സീത, ഇന്നെന്താ ഇതൊക്കെ നിന്റെ ഡ്യൂട്ടിയാണോ? അയ്യോ, ഇതെന്താ അശോകിന്റെ മുഖാകെ ഒട്ടിപ്പോയല്ലോ. നീ ഭക്ഷണവും വെള്ളവും ഒന്നും കൊടുക്കുന്നില്ലേ? ഞാൻ എപ്പോഴും കറക്റ്റ് ടൈമില് ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുക്കാറുണ്ട് സീത. പക്ഷെ പാവം, ഇവരുടെ ബെസ്റ്റ് ഫ്രണ്ട് തമ്മിൽ ഇപ്പൊ മിണ്ടാറില്ലല്ലോ. അതുകൊണ്ട് ഞാനിപ്പോ കൊടുക്കുന്ന ഭക്ഷണവും വെള്ളവും ഒന്നും ദഹിക്കാറേ ഇല്ല. ഇപ്പൊ ഇവിടം വരെ എത്തിയല്ലോ, ഇനി ചിലപ്പോ ശരിയാവുമായിരിക്കും. ഹലോ, എക്സ്ക്യൂസ് മീ, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട. സീത, എവിടെയാ നിങ്ങളുടെ ഭർത്താവ്? ദ വൺ ആൻഡ് ഓൺലി ബിസിനസ് ടൈക്കൂൺ റാം ദ ഗ്രേറ്റ്. എന്റെ ഭർത്താവാണോ അതോ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടോ? നിങ്ങൾ റാമിനെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? നിങ്ങളും എന്ന് പറഞ്ഞ റാമു ഇപ്പൊ എന്നെ മിസ് ചെയ്യുന്നുണ്ടോ? അവര് നിങ്ങളെ മിസ് ചെയ്യുന്നൊന്നുമില്ല. അവര് സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അതെനിക്കറിയാലോ. ബട്ട് ഞാനുണ്ടല്ലോ അവനെ മിസ് ചെയ്തിട്ടേ ഇല്ല സീത. മോളെ, നിനക്കറിയാലോ, ഞാൻ അവനെ മിസ് ചെയ്തിട്ടില്ല. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ മിസ് ചെയ്യേയില്ല. ഞങ്ങളിപ്പൊ അത് വല്ലതും ചോദിച്ചോ? എനിക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ആകെ മടുത്തു സീത. റാമിനെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. ഈ ഗേൾ ഫ്രണ്ട് ഒക്കെ തേച്ചിട്ട് പോകുന്ന ആൾക്കാരില്ലേ, അവരെ പോലെ. മോളെ, വെറുതെ ഓരോന്ന് പറയണ്ട, നോക്ക് നന്നായിരിക്കില്ല. പ്രിയ, റാമിന്റെ സെയിം കഥയാണ് കേട്ടോ. ഇവർക്ക് രണ്ടുപേർക്കും ഇപ്പൊ ഫ്രണ്ട്ഷിപ്പിനെക്കാട്ടിലും കൂടുതൽ ഈഗോ കൂടിയിട്ടുണ്ട്. അശോക് വന്ന് മേമയോട് സോറി പറയണോ അത്രേ, എല്ലാം ശരിയാകും അത്രേ. അത് കഴിഞ്ഞ് റാം വന്ന് അശോകിനോട് സംസാരിക്കും അത്രേ. സീത, പോയി ഭർത്താവിനോട് പറ, ഈ അശോകൻ എന്തൊക്കെ സംഭവിച്ചാൽ അങ്ങനെ സോറി പറയാൻ നിൽക്കുന്ന ഒരാളല്ല. എപ്പോഴും ഞാൻ തന്നെ അവനോട് പോയി സോറി പറയണോ? എപ്പോഴും ഞാൻ തന്നെ അവനോട് പോയി സോറി പറയണോന്ന്? ഞാൻ എന്തിനും താഴ്ന്നു കൊടുക്കണം? അവന് താഴ്ന്നു നിന്നൂടെ? സോറി ഭാർഗവി ആന്റി, അത് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. നിങ്ങൾ ചെയ്തത് തെറ്റല്ലേ? സുബി അങ്ങനെ മുറുക്കെ പിടിച്ചു കഴിഞ്ഞാ അവൾക്ക് വേദന എടുക്കില്ലേ? ഭാർഗവി ആന്റി, നിങ്ങൾ പേടിക്കല്ലേ, ഒന്നും പറ്റില്ല. നല്ല വേദനയുണ്ടോ? ഇനിയിപ്പോ എന്താ ചെയ്യാ സുബി? എനിക്ക് അറിയാതെ പറ്റിയതാ, ഇങ്ങനെയൊക്കെ ആയല്ലോ. ഇപ്പൊ അച്ഛൻ ഇങ്ങോട്ട് വന്നാ നമ്മുടെ കളി അവർക്ക് മനസ്സിലാവുമെന്നാ തോന്നുന്നേ. ഇതൊക്കെ ആരാ ചെയ്തേന്ന് അച്ഛൻ എന്തായാലും ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് പറയും? രാമ, 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 ആന്റി ബഹളം വെക്കല്ലേ പ്ലീസ്. രാമ. മേമ, എന്ത് പറ്റി? എന്തിനാ മേമ കരയുന്നത്? എന്താ തല കൈ വെച്ചത്? അവിടെ നിന്ന് എന്തോ എന്റെ തലയിൽ വന്ന് വീണു രാമ. ചോര നിൽക്കുന്നില്ല, നീ ഒന്ന് നോക്കി. ചോര എവിടെ മേമ? ഇവിടെ എന്റെ നെറ്റി പൊട്ടി ചോര വരുന്നത് കാണുന്നില്ലേ? അമ്മേ, എന്തിനാ വിളിച്ചത്? ആരെന്ത് ചെയ്തെന്നാ? സിഹിയ അതെടുത്ത് തന്നെ എറിഞ്ഞത്. മോളെ, നീയാണോ? അമ്മേ, സിഹി ഇവിടെയല്ലേ ഉള്ളത്? നിങ്ങളൊന്ന് അങ്ങോട്ട് നോക്കി സിഹി സിഹി എന്ന് പറയുന്നത് എന്താ കാര്യമെന്ന് ശരിക്കും പറയേ. കാര്യങ്ങളൊക്കെ തിരിഞ്ഞു വരുന്നുണ്ടല്ലോ. ഇതെനിക്കാകെ പ്രശ്നമെന്ന് തോന്നുന്നു. ഞാൻ പോയി ഫസ്റ്റ് എയ്ഡ് എടുത്തിട്ട് വരാം. മേമ, ഒരു മിനിറ്റ്, ഞാനും വരാം.
ഈ സീത എന്താ ഇത്? മുറിവൊന്നുമില്ല, ബ്ലഡും വന്നിട്ടില്ല. എന്നിട്ട് എന്തിനാ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞു പോകുന്നേ? അതെനിക്ക് മനസ്സിലാവുന്നില്ല പ്രിയ. വിശ്വ വിശ്വ വിശ്വ, ഓ, ആ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒന്ന് എടുത്തോണ്ട് വന്നേ വിശ്വ. നല്ല ചോര വരുന്നുണ്ട് വിശ്വ. മേമ മേമ അപ്പോ നീ കണ്ട നിന്റെ മോൾ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നെന്ന്? എനിക്ക് എന്ത് വേദന ഉണ്ടെന്നറിയോ? ചോര വന്നിട്ട് നിക്കുന്നില്ല. അപ്പോ നിന്റെ മോളോടൊന്ന് അടങ്ങി നിക്കാൻ പറയണം. ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യോടാ? മേമ കാം ഡൗൺ. മേമയുടെ തലയ്ക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ എന്തിനാ ഇങ്ങനെ വെപ്രാളം പിടിക്കുന്നേ? എന്താ മേമ കാര്യം? എന്താടാ അപ്പൊ നീ ഇങ്ങനെ പറയുന്നത്? എനിക്ക് കുഴപ്പമൊന്നും ഇല്ലെന്നോ? ചോര ഇങ്ങനെ വന്നിട്ട് ഒരു കുഴപ്പമില്ലെന്ന് എങ്ങനെയാടാ പറയുന്നത്? എന്റെ അവസ്ഥ കണ്ടിട്ട് നീ ഇങ്ങനെ പറയുന്നത് എന്താടാ? ഞാൻ എന്താടാ കള്ളം പറയുവാണോ? നിനക്ക് എന്നെ വിശ്വാസമില്ല അപ്പോ? മേമ ഒന്ന് സമാധാനപ്പെടുക. മേമ വിചാരിക്കുന്ന പോലെ മേമയുടെ നെറ്റിൽ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. മേം എന്ന് വിടുന്നേ, ടെൻഷൻ ആവാതെ പ്ലീസ്. അപ്പോ ഞാൻ വെളിവില്ലാതെ സംസാരിക്കുന്നതാണോ നീ പറയുന്നത്? നോക്ക് അവൾ എറിഞ്ഞിട്ട് ഇങ്ങനെയായത്. മേമ അങ്ങനെയൊന്നും അല്ല. മേമയെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. പിന്നെ നീ എന്താണ് ഉദ്ദേശിച്ചത്? മേമ എന്താ ഇങ്ങനെ പെരുമാറുന്നേ? മേമയുടെ നെറ്റിൽ ഒരു മുറിവും പറ്റിയിട്ടില്ല. മേമ ഈ വന്നേ, പോയ കണ്ണട നോക്കി. എന്തെങ്കിലും മുറിവുണ്ടോ നോക്ക്. ഇതെങ്ങനെ സംഭവിച്ചേ? നേരത്തെ ചോര വന്നതാ, മുറിവുണ്ടായിരുന്നടാ. മേമ മുറിവില്ലാതെ ചോര എങ്ങനെ വരാനാ മേമ? അല്ലപ്പോ സീരിയസ് ആയിട്ടും അവൾ എന്നെ എറിഞ്ഞതാ. ചോര വരുന്നുണ്ടായിരുന്നടാ. വായുവിലൂടെ ഒരു വസ്തു വന്നെന്റെ നെറ്റിയിൽ കൊണ്ടുവന്നുള്ളത് സത്യ. ചോര വന്നതും സത്യം തന്നെയാ. പക്ഷെ ഇപ്പോ ചോര പോലും മാഞ്ഞു പോയിരിക്കുന്നു. എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത്? മേമ നിങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല മേമ. ഒന്ന് കൂളാവും നിങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളോട് എപ്പോഴും ഞാനുണ്ടാവും. ഒന്ന് ഇരിക്കും മേമ പ്ലീസ്. അല്ലപ്പോ നേരത്തെ ഇവിടെ മുറിവ് ചോര വന്നത്? മേമ എനിക്കറിയാം മേമയ്ക്ക് സിഹി എന്തുമാത്രം ഇഷ്ടമാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവൾ ഈ പ്രായത്തിൽ എത്ര മെച്ചൂറാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ നമ്മുടെ സിഹിമോള് ഇങ്ങനെ ആരെ ഉപദ്രവിക്കുന്ന കുട്ടിയൊന്നും അല്ലല്ലോ മേമ. സിഹി നിങ്ങളെ ഒന്നും ചെയ്തിട്ടില്ല. ആദ്യം മേമ അങ്ങനെയുള്ള വിചാരങ്ങളൊക്കെ ഒന്ന് മാറ്റിവെക്കേ, സമാധാനമായിട്ടിരിക്കേ. സിഹി, ഭാർഗവിയമ്മേ, നീ എന്താ ചെയ്തത്? ഞാനൊന്നും ചെയ്തിട്ടില്ല സീതമ്മ. നീ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അവരെന്തിനാ നിന്റെ പേര് പറഞ്ഞത്? നിന്നോടാ ചോദിക്കുന്നത്, പറയ്. സീത, താൻ വെറുതെ അവളെ വഴക്ക് പറയണ്ട. മേമ പറഞ്ഞതുപോലെ എവൾ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ നെറ്റിയിലൊരു മുറിവോ ചോരയുടെ പാടോ എന്തെങ്കിലും കാണില്ലായിരുന്നോ? താൻ തന്നെ കണ്ടതല്ലേ, മുറിവുമില്ല ചോരപ്പാടുമില്ല. അവരെന്തോ പറഞ്ഞു വെച്ച് താനിങ്ങനെ സിഹിയെ വഴക്ക് പറയാനിക്കല്ലേ പ്ലീസ്. അശോക്, പിന്നെ അമ്മ എന്തിനാ കള്ളം പറയുന്നത്? ഇവള് ശരിക്കും എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. സിഹി പറ, നിന്നോടാ ചോദിക്കുന്നത്. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ നീ ഇതെന്താടി അവളൊന്നും ചെയ്തില്ലെന്ന് പറഞ്ഞിട്ട് അവളെ വഴക്ക് പറയാൻ നിൽക്കുന്നേ? വെറുതെ ഓർത്തിങ്കയല്ലേ? ഈ ഇടയായിട്ട് അവള് വല്ലാതെ വികൃതിയാവുന്നുണ്ട് പ്രിയ. എല്ലാരും കൂടി കൊഞ്ചിച്ചിട്ടാ അവൾ ഇങ്ങനെ ആയത്. ചില സമയത്ത് ആലോചിക്കുമ്പോ ഇവൾ എന്റെ മോള് സിഹി തന്നെയാണെന്ന് ഡൗട്ട് തോന്നും. നീ എന്തൊക്കെയാ പറയുന്നേ? പിന്നെ ആരാ ഇവള്? ഞാനൊരു കാര്യം പറയാം, നീ ഇപ്പൊ വല്ലാതെ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. ഇല്ല പ്രിയ, സിഹിക്ക് ഇപ്പൊ എന്തൊക്കെയോ നല്ല മാറ്റങ്ങളുണ്ട്. ആരോ എന്തോ പറയുന്നത് പോലെ ഇവളെല്ലാം ചെയ്യുന്നതെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അറിയോ നിനക്ക്? സീത,
പ്ലീസ് സീത കാം ഡൗൺ. അശോക്, നിങ്ങൾ സിഹിയെ നോക്ക്. നീ എന്റെ കൂടെ വാ. നോക്ക്, ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ട് നിൽക്കുന്ന നിപ്പുണ്ടോ? സിഹി, നിനക്ക് അറിയുന്നതല്ലേ, നമ്മൾ കാരണം ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. നീ തെറ്റ് ചെയ്താൽ അത് നീ സമ്മതിക്കണോന്ന് എത്ര വട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാ നീ ഇങ്ങനെ ചെയ്യുന്നത്? പറ. നീ എന്റെ കൂടെ ഒന്ന് വന്നേ. വാ ഇങ്ങോട്ട്. സോറി സുബി, ഞാൻ ചെയ്ത തെറ്റിന് സീതമ്മ നിന്നെ കൊറേ വഴക്ക് പറഞ്ഞു. അയ്യോ, ഇപ്പൊ സിഹി കാണിച്ചു കൊടുക്കുന്ന ഓരോ കാര്യങ്ങൾ ചില്ലറയല്ല. ഈ ഇടയായിട്ട് വല്ലാതെ വികൃതിയായിട്ടുണ്ട് അവള്. അവൾ എന്താ ഇങ്ങനെ ആയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സീത, റാം എന്തായാലും ഈ വീടുണ്ടാക്കിയത് വളരെ നല്ല കാര്യമായി. ഞാൻ സിഹിയെ കുറിച്ച് സംസാരിക്കുമ്പോ നീ എന്താ വീടിനെ പറ്റി സംസാരിക്കുന്നേ? പിന്നല്ലാതെ, നിന്റെ ശബ്ദം പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാ റാം ഇങ്ങനൊരു വീട് പണിതത്. നീ അവളോട് എങ്ങനെ ദേഷ്യപ്പെടുന്ന? പാവമല്ലേ അവള്. നീ തന്നെ പറ, ഇത്ര കാലത്തിനിടെ അവൾ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ? എന്നിട്ട് ഭാർഗവി മേമ അവൾ എന്തോ ചെയ്തതുപോലെ സംസാരിച്ചത്. എന്തിനാ അങ്ങനെയൊക്കെ? സീത, എന്നെക്കാളും നന്നായിട്ട് സിഹിയെ കുറിച്ച് നിനക്കറിയാം. അവൾ അങ്ങനെ ആരെയും വേദനിപ്പിക്കുന്ന കുട്ടിയല്ല. ശരിയാ പ്രിയ, പക്ഷെ അവരെന്താ അങ്ങനെ പറഞ്ഞത്? നീ കണ്ടിട്ടുണ്ടോ അവൾ ആരെങ്കിലും ഉപദ്രവിക്കുന്നത്, എന്തെങ്കിലും എടുത്ത് എറിയുന്നതൊക്കെ? ഇല്ല, അതുകൊണ്ടാ പറഞ്ഞത്. നീ സിഹിയെ വഴക്ക് പറഞ്ഞത് ഒട്ടും ശരിയായില്ല സീത. പാവമുണ്ട് അവള്. അവൾക്ക് എത്ര വിഷമായി കാണും. നീ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ നിന്റെ മകളെ നിനക്ക് തന്നെ വിശ്വാസം ഇല്ലാന്ന് തോന്നില്ലേ? എന്നാലും സിഹി ഒരുപാട് മാറിയിട്ടുണ്ട് പ്രിയ. അവളുടെ ബിഹേവിയർ ഒക്കെ ഒരുപാട് മാറി. സീത, നീ വെറുതെ ഓരോന്ന് ഓവർ തിങ്ക് ചെയ്യാൻ നിൽക്കല്ലേ. എല്ലാം നിന്റെ ഇഷ്ടത്തിന് മാത്രമേ നടക്കൂന്ന് ചിന്തിക്കരുത്. കുട്ടികൾ വളർന്നു വരുമ്പോ ചേഞ്ചസ് ഉണ്ടാവും സീത. നമ്മുടെ സിഹി അങ്ങനെയാണെന്ന് ചിന്തിക്കുന്നേ. എന്തെങ്കിലും ആവട്ടെ, എനിക്കിപ്പോ സിഹി ഭാർഗവിയമ്മേ ഒന്നും ചെയ്തില്ലെന്ന് കേട്ടാ മതി. 100-ൽ 200% നമ്മുടെ സിഹി ഒന്നും ചെയ്തു കാണില്ല. പാവം, നീ വഴക്ക് പറഞ്ഞതുകൊണ്ട് അവൾക്ക് ശരിക്കും വിഷമായി കാണും. ആദ്യം പോയി നീ അവളെ സമാധാനിപ്പിക്കാൻ നോക്ക്. അത് ശരിയാ, പാവമുണ്ട് എന്റെ സിഹി. അല്ല സീത, അമ്മയായി നീ തന്നെ അവളെ മനസ്സിലാക്കില്ലെങ്കിൽ അവൾക്ക് വിഷമാവില്ലേ സീത? ആഘോഷങ്ങൾ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? പതുക്കെ സംസാരിക്കേ. ആരെങ്കിലും ഇത് കേട്ട് ഇങ്ങോട്ട് വന്നത് പ്രശ്നവും. ഇനി പറയ്, ഭാർഗവി മേമ എങ്ങനെ എത്രയ്ക്ക് പേടിച്ചത്? നീ അവരെന്തെങ്കിലും ചെയ്തിരുന്നോ? ഞാൻ ഒന്നും ചെയ്തില്ല. പിന്നെ എന്തിനാ അവർ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? പുതിയ നാടകം എന്തെങ്കിലും തുടങ്ങുകയാണോ? അറിയില്ല, പക്ഷെ അവര് എനിക്ക് ഇഞ്ചക്ഷൻ തരാൻ വേണ്ടി വന്നു. ഞാൻ എത്ര വേണ്ടാന്ന് പറഞ്ഞിട്ടും അവർ കേട്ടതേ ഇല്ല. ഇഞ്ചക്ഷനോ? എന്തിന്? അത് നോക്കൂ സുബി, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. എന്താണെങ്കിലും ഈ അശോകെങ്കിലും നിന്റെ കൂടെ ഉണ്ടാവും. നീ ധൈര്യമായിട്ടിരിക്കേ. എന്താ സംഭവിച്ചെന്ന് എന്നോട് പറഞ്ഞാലല്ലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. പറയ്, എന്തു പറ്റി? ഇന്നലെ ഞാനാ സ്റ്റേജിൽ കയറി ആക്ട് ചെയ്തതെന്ന് നിങ്ങൾ എല്ലാരും വിചാരിച്ചില്ലേ? എന്ന് വെച്ചാ അത് ഞാനല്ല. എന്ന് വെച്ചാ അത് സിഹി. മോളെ, എന്റെ ബർത്ത്ഡേ ആയതിന്റെ സന്തോഷാണോ നിനക്ക്? എന്നെ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ? അമ്മേ, നിങ്ങളെന്റെ ജീവനാ. എന്റെ ജീവൻ പോയാലും ഞാൻ നിങ്ങളെ വിട്ട് പോകില്ല. ഏയ് എടി കൊച്ചേ, എഴുന്നേറ്റേ. നാടകത്തില് നീ പെർഫോം ചെയ്യാത്ത കാര്യം നീയും ഞാനും മാത്രം അറിഞ്ഞാ മതി. എന്ന് വെച്ചാ സ്റ്റേജിൽ കയറി നാടകം കളിച്ചത് സിഹിയാണോ?
എന്റെ സിഹിയെ ഞാൻ നേരിട്ട് കണ്ടെന്നോ? അതെ, സിഹിയ നിങ്ങൾ കണ്ടത്. എന്തെങ്കിലും ചെയ്ത് അച്ഛന് ഭാർഗവി ആന്റിയുടെ കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാ സിഹി അങ്ങനെയൊക്കെ വന്ന് ചെയ്തിട്ട് പോയത്. സുബി, പ്ലീസ് സിഹിയോട് ഒരിക്കൽ കൂടി എന്റെ മുമ്പിൽ വരാൻ പറ. ഇല്ല അങ്കിൾ, ഇനി അങ്ങനെ സിഹിയെ കാണാൻ കഴിയില്ല. ഇപ്പൊ തന്നെ ആ ഭാർഗവി ആന്റിക്ക് ഞങ്ങളെ ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ട്. എന്റെ കൂടെ ആരോ ഉണ്ട്, അവരെ കാണിച്ചു താന്ന് പറഞ്ഞ് എന്റെ പുറകെ നടക്കുക. കാണിച്ചു തന്നില്ലെങ്കിൽ ഇഞ്ചക്ഷൻ തരുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്. മേമ ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് വെറുപ്പായിരുന്നു. എനിക്കാണെങ്കിൽ നല്ല പേടി തോന്നുന്നുണ്ട്. ഇന്നെന്നെ രക്ഷിക്കണമെന്ന് കരുതിയ സിഹി ഭാർഗവി ആന്റിയുടെ നേരെ എന്തോ എറിഞ്ഞത്, അത്രേ ഉള്ളൂ. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട സുബി. ഭാർഗവി മേമ നിന്നൊന്നും ചെയ്യാത്ത രീതിയിൽ ഞാൻ നോക്കിക്കോളാം. അശോക് അങ്കിൾ, നിങ്ങളും അച്ഛനും ഇപ്പോഴും മിണ്ടിയിട്ടില്ലല്ലോ. ഈ ടൈമില് ഭാർഗവി ആന്റി സിഹിയെ കൊന്നു കളഞ്ഞ പോലെ എന്നെയും കൊല്ലോ? അങ്ങനെയൊന്നും പറയരുത്, അതിന് ഞാൻ സമ്മതിക്കില്ല. ഭാർഗവി മേമയ്ക്ക് നിന്നെ തൊടണം എന്നുണ്ടെങ്കിൽ എന്നെ മറികടന്നേ നിന്നെ തൊടാൻ പറ്റും. ഫസ്റ്റ് മേമയോട് പോയി സോറി പറയട്ടെ, എന്നിട്ട് അതിനെപ്പറ്റി ആലോചിക്കാം. നിങ്ങളും അച്ഛനും ഇപ്പോഴും മിണ്ടിയിട്ടില്ലല്ലോ. ഈ ടൈമില് ഭാർഗവി ആന്റി സിഹിയെ കൊന്നു കളഞ്ഞ പോലെ എന്നെയും കൊല്ലോ? മേമ ഇപ്പൊ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് എന്താ സംഭവിച്ചത്? ഐ എം സോറി മേമ. എന്താ നീ വന്ന് എന്നോട് നേരിട്ട് സോറി പറയുന്നു? വിശ്വസിക്കാനാവുന്നില്ലല്ലോ. എനിവേ, ആ സോറി കേട്ടപ്പോ എന്തെന്നില്ലാത്തൊരു സന്തോഷം അശോക്. റാം പറഞ്ഞതുപോലെ നിങ്ങൾ വളരെ നല്ലവരാണ്. ഞാനാ നിങ്ങളെ തെറ്റിദ്ധരിച്ചതൊക്കെ. എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. നിങ്ങളൊന്നും മനസ്സിൽ വെക്കാതെ പ്ലീസ് എന്നോട് ക്ഷമിക്കണം. ഇറ്റ്സ് ഓക്കെ അശോക്. ഞാൻ നിന്നെയും നമ്മുടെ അപ്പൂനെയും ഒരിക്കലും വേർതിരിച്ചു കണ്ടിട്ടില്ല. പക്ഷെ നീ എന്നെ ഇങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കി വച്ചതെന്ന് അറിഞ്ഞപ്പോ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. എൻ്റെ കുഞ്ഞു ബുദ്ധിക്ക് നിങ്ങളുടെ മഹത്വം മനസ്സിലായില്ല മേമ. പക്ഷെ ഇപ്പൊ മനസ്സിലായി ആരോട് എങ്ങനെ പെരുമാറണമെന്ന്. ഇനി മുതൽ നിങ്ങൾ അപമാനിക്കുകയില്ല, സംശയിക്കുകയില്ല. അങ്കിൾ, അച്ഛന്റെ കൂടെ നിൽക്കാൻ വേണ്ടി ഭാർഗവി ആന്റിയോട് നിങ്ങൾ സോറി പറഞ്ഞല്ലേ? നിങ്ങൾ ശരിക്കും ബെസ്റ്റാ. നിങ്ങൾ അച്ഛന്റെ കൂടെ ഉണ്ടെങ്കിൽ അച്ഛന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എന്താ അശോക ഇതൊക്കെ? ഇത്രയും പറയാനാണ് നീ ഇത്രയും ദിവസം കളഞ്ഞത്? അതൊക്കെ പോട്ടെ, അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും മേമയെപ്പറ്റി നിനക്ക് മനസ്സിലായല്ലോ. മേമ ശരിക്കും ഒരു പാവോടാ. മേമപ്പറ്റി നീ ഇങ്ങനെ ആവശ്യമില്ലാത്തൊന്നും വിചാരിക്കണ്ട. മേമ, അശോകൻ പറഞ്ഞതുപോലെ നടന്ന കാര്യങ്ങളൊന്നും മേമ മനസ്സിൽ വെക്കരുത്. ഒരു ദുസ്വപ്നം പോലെ എന്തൊക്കെയോ സംഭവിച്ചു. അതെല്ലാം മറന്ന് നമുക്ക് ഇന്ന് സന്തോഷത്തോടെ തന്നെ ഇരിക്കാം.
കറക്റ്റ് രാമ, നിന്റെ ഇഷ്ടം എന്റെ ഇഷ്ടം. പക്ഷേ നീ സംഭവിച്ചെന്ന് മനസ്സിൽ. ഏയ് ഞാൻ അതല്ല എപ്പോഴേ മറന്നുടാ. താങ്ക്സ് രാമ. അപ്പപ്പ എന്താ താങ്ക്സ് ഒക്കെ ഇത്രയധികം ഫോർമാലിറ്റീസോ? ഫസ്റ്റ് വാ, സീതറൊന്ന് പറയണം. വാ. വെൽ പ്ലേഡ് അശോക്. സോറി പറയും പോലെ അങ്ങ് പറഞ്ഞ് നാടകം കണ്ടിന്യൂ ചെയ്യാനാണ്. നൈസ്.